ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ഇടിയപ്പത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ചിക്കൻ കറിയാണ്. അതിനുവേണ്ടി ഞാൻ ചിക്കൻ അവിടെ നല്ലോണം ഒന്ന് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ അളവ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, കുറച്ച് ലെമൺ ജ്യൂസ് ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു ലെമണിൻ്റെ പകുതി ഞാൻ കട്ട് ചെയ്ത് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പം നല്ല ഉപ്പും അതിൽ നല്ലോണം അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ഏലക്ക, 2 തുണ്ട് പട്ട, 2 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ അളവ് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ബിരിയാണി ഇല ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള ഞാൻ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി സവാള നല്ലോണം വെന്ത് വരണം, അതുവരെ നിങ്ങൾ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം വെന്ത് വന്ന ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒരു 3 പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം അതൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് തക്കാളി, ഞാൻ ഒരു തക്കാളി, മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത ശേഷം അതും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി തക്കാളി നല്ലോണം വെന്ത് വന്ന ശേഷം നമ്മൾക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ അളവ് ഗരം മസാല, 1 ടീസ്പൂൺ അളവ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത ശേഷം 1/2 ടീസ്പൂൺ അളവ് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇനി ഈ പൊടികളെല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇത് നല്ലോണം വഴറ്റി വന്ന ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നിങ്ങളിതെല്ലാം ചെയ്യാൻ, അല്ലെങ്കിൽ പൊടി നല്ലോണം കരിഞ്ഞു പോകും. അപ്പോൾ നല്ലോണം ഒന്ന് വഴറ്റി വന്ന ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല വരുന്നത് പോലെ ഒന്ന് നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യം തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുക. ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റ് നിങ്ങൾ മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കുക. അപ്പോൾ അതിലുള്ള വെള്ളം കുറച്ച് നിങ്ങൾക്ക് ആ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി നല്ലോണം ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടും. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നിങ്ങൾ വീണ്ടും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് മൂടി വെച്ച് നല്ലോണം ഒന്ന് ചിക്കൻ വേവിച്ചെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ആ ചിക്കനിലുള്ള വെള്ളമൊക്കെ വരുന്നത് വരെ നല്ലോണം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചിട്ട് വേണം നിങ്ങൾ പിന്നീട് ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. അപ്പോഴാണ് നിങ്ങൾക്ക് ആ നല്ല ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, മൂടി വെച്ച് നല്ലോണം വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ചിക്കൻ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ഞാനിവിടെ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറി നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് അളവ് ഞാൻ തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. ഇനി ഈ സമയം കൊണ്ട് നമ്മൾ വേറൊരു അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ അളവ് നെയ്യും ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചൂടാവുമ്പോൾ ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂനട്ടും കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്ത ശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇപ്പോൾ ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിള വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ താളിച്ചിട്ടുള്ള ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓഫ് ചെയ്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് നിങ്ങൾ ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കുക. പക്ഷേ ഇടിയപ്പം, പത്തിരി, അതുപോലെ തന്നെ ചപ്പാത്തി അതുപോലുള്ളതൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങാപ്പാലെല്ലാം ചേർത്തത് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതേ മെത്തേഡും നിങ്ങൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ഇടിയപ്പം ആപ്പെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വേണ്ട റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.